നമസ്കാരം, ഏവർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് ന്യൂമോണിയയെക്കുറിച്ചാണ്. നമ്മളിൽ പലർക്കും പല ആവർത്തി വന്നിട്ടുള്ളൊരു പ്രശ്നമാണ്. എന്നാൽ നേരത്തെ കണ്ടെത്തിയില്ലെങ്കിൽ, കൃത്യസമയത്ത് ചികിത്സ നൽകിയില്ലെങ്കിൽ വളരെയധികം ഗുരുതരമാകാവുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ന്യൂമോണിയ. ന്യൂമോണിയയുടെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും മറ്റുമാണ് ഇന്ന് വിശദമായി ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. ഹലോ ഡോക്ടറിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മളോടൊപ്പം ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലെ പൾമനോളജിസ്റ്റ് ഡോക്ടർ പി രേഖയാണ്. ഡോക്ടർ നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഹലോ ഡോക്ടറിലേക്ക്. ന്യൂമോണിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളുമായി ഹലോ ഡോക്ടറിലേക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഡോക്ടർ, ഈ ന്യൂമോണിയ എന്ന് പറയുന്നത് നമ്മൾ പല ആവർത്തി കേൾക്കുന്ന ഒരു പേരാണെങ്കിലും കൃത്യമായ സമയത്ത് കണ്ടെത്തിയില്ലെങ്കിൽ വളരെ ഗുരുതരമാകാവുന്ന, മരണകാരണമാകാവുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ന്യൂമോണിയ? അതിൻ്റെ ഗുരുതരാവസ്ഥയുടെ പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ന്യൂമോണിയ എന്ന പേരെല്ലാവർക്കും സുപരിചിതമാണ്. പറയുകയാണെങ്കിൽ ശ്വാസകോശത്തിന്റെ അണുബാധയ്ക്കാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. ശ്വാസകോശത്തിന്റെ അറകളിൽ നീര് വന്ന് വീർത്ത് അതിൽ വെള്ളമോ പഴുപ്പോ കെട്ടി അതുകൊണ്ടുണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ കാണിച്ച് ആ അവസ്ഥയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. കുട്ടികളിലാകാം, മുതിർന്നവരിലാകാം ഈ ബാധ ഉണ്ടാവുന്നത്. ഇത് ബാക്ടീരിയ മൂലമാണ് ഏറ്റവും അധികമായി വരുന്നത്. പക്ഷെ വൈറസ് ബാധ, ഫംഗസ് ബാധ എന്നിവ ഇതിന് കാരണമാകാവുന്നതാണ്. ശ്വാസകോശ അണുബാധയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഡോക്ടർ, ഈ സാധാരണ പനിയും ചുമയും കഫക്കെട്ടുമൊക്കെയാണല്ലോ ഈ കുറച്ചുകൂടി പഴകി ന്യൂമോണിയായിട്ട് മാറുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ പനി ഒഴിഞ്ഞൊരു നേരമില്ല, പനിയില്ലാത്ത ഒരാളെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പനിയും അതിനോടൊപ്പം ചേരുന്ന ചുമയും കഫക്കെട്ടും എല്ലാം ന്യൂമോണിയ വരുവാനുള്ള സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുകയല്ലേ? സാധാരണ ഒരു പനി, വൈറൽ പനി എന്ന് പറയുമ്പോൾ ചെറിയ അല്ലെങ്കിൽ അധികമായ പനി, ജലദോഷം, ചെറിയ ലക്ഷണങ്ങളാവും. അത് സ്വയചികിത്സ നടത്താതെ നേരത്തെ തന്നെ ചെറിയ മരുന്നുകൾ കൊണ്ട് ഒഴിവാക്കാവുന്നതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, അതായത് ന്യൂമോണിയ ആർക്കും വരാമെങ്കിലും ചിലവരിൽ അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവര് ഈ ലക്ഷണങ്ങൾ അവഗണിക്കുകയും മരുന്നുകൾ യഥാസമയം ഉപയോഗിക്കുകയും ചെയ്താൽ രോഗലക്ഷണങ്ങൾ സങ്കീർണമായി അത് ന്യൂമോണിയ എന്ന അവസ്ഥയിലേക്ക് മാറുകയും രോഗലക്ഷണങ്ങൾ അധികരിക്കുകയും ചെയ്യും. ഡോക്ടർ, ഈ ന്യൂമോണിയ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂമോണിയ ബാധിക്കുന്ന ഒരു പ്രധാന അവയവം എന്ന് പറയുന്നത് ശ്വാസകോശമാണ്. പിന്നീട് ഇതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ശ്വാസകോശവും ന്യൂമോണിയയും തമ്മിലുള്ള ബന്ധം, ഇതിനെ ന്യൂമോണിയ ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു മുൻകരുതൽ, അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ? ന്യൂമോണിയ ഞാൻ പറഞ്ഞല്ലോ, ആരിലും വരാം, കുട്ടികളിലാവാം, മുതിർന്നവരിലാവാം. പക്ഷേ ഇതിന്റെ സാധ്യതകൾ അധികമായി ഉള്ളത് ചില പ്രത്യേക സാഹചര്യം, അതായത് മുതിർന്നവരിലാണെങ്കിൽ പ്രായാധിക്യം ഉള്ളവരിലാകാം. പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് കോട്ടം തട്ടുമ്പോഴുള്ള അവസ്ഥ, അതായത് ഡയബറ്റിസ് ഉള്ളവർ, പിന്നെ ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് കൗണ്ട് കുറഞ്ഞ, മറ്റ് രോഗപ്രതിരോധ ശക്തി കുറഞ്ഞവരിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ വരാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളിലും ന്യൂമോണിയ നമ്മൾ പലരിലും കണ്ടുവരുന്നുണ്ട്. വരാതിരിക്കാൻ പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ കോവിഡ് കാലത്തേക്ക് കടന്നു ചിന്തിച്ചാൽ ഏറ്റവും പ്രധാനമായും നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഈ അവസ്ഥ വരാൻ സാധ്യത കൂടുതലുള്ളവർ സമ്പർക്കങ്ങൾ കൂടുതൽ ഒഴിവാക്കുക. അതായത് ഇപ്പോൾ പ്രായമായ ഒരാൾ, എന്തെങ്കിലും കുറച്ച് ഷുഗർ അല്ലെ അസുഖങ്ങൾ ഉള്ളവർ, വീട്ടില് കുട്ടിക്ക് ഒരു പനി ഉണ്ടെങ്കിൽ കുറച്ച് മാറി നിൽക്കുകയോ അല്ലെ മാസ്ക് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ അത് പനി വരാതെയും ഈ ന്യൂമോണിയ അവസ്ഥയിലേക്ക് പോകാതെയും ഇരിക്കാം. അതായത് സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. രോഗലക്ഷണങ്ങൾ ചെറുതാണെങ്കിലും അവഗണിക്കാതിരിക്കുക, സ്വയം ചികിത്സ ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന മുൻകരുതൽ എന്ന രീതിയിൽ എടുക്കാവുന്നത്. അതായത് ചെറിയ ബുദ്ധിമുട്ടുകൾ, പനി, ചുമ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഡോക്ടറെ ശ്വാസകോശ രോഗങ്ങളുള്ളവർ, ആസ്മ അതുപോലെയുള്ള ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക് ന്യൂമോണിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് നമുക്ക് മുൻകരുതൽ എന്നുള്ളതിൽ വാക്സിനേഷൻ പോലെയുള്ള മാർഗങ്ങളുണ്ട്. അതായത് കുട്ടികളിൽ 5 വയസ്സ് മുതൽ ഈ വാക്സിനേഷൻ, ബാക്ടീരിയക്കെതിരെ ന്യൂമോകോക്കൽ വാക്സിനേഷൻ, ഫ്ലൂ വാക്സിനേഷൻ എന്നിവയുള്ള വാക്സിനേഷനുകളും ലഭ്യമാണ്. പ്രത്യേകിച്ച് മുതിർന്നവരിൽ 65 വയസ്സിന് മുകളിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർ ഈ വാക്സിനേഷൻ എടുത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അതും ഇപ്പോൾ ഈ 2 വാക്സിനേഷൻ ലഭ്യമായതിന് അതും ഒരു മുൻകരുതലായി എടുക്കാവുന്നതാണ്. എന്നിരുന്നാലും രോഗലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
ഡോക്ടർ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ മാറി വരുന്ന കാലാവസ്ഥയും അല്ലെങ്കിൽ മറ്റ് അലർജിക് ഇഷ്യൂസൊക്കെ കാരണം ഈ പനി ബാധിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഫ്ലൂ വളരെയധികം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. അതിനോടനുബന്ധിച്ച് ടെമ്പറേച്ചർ ഉണ്ടാകുന്നു, അതിനോടനുബന്ധിച്ച് കഠിനമായ ചുമയുണ്ടാകുന്നു, കഫക്കെട്ടുണ്ടാകുന്നു. അപ്പം ഈ പനി ഇത് കൃത്യമായ ഒരു ചികിത്സ എടുത്തില്ല എങ്കിൽ ഇത് പഴകി ന്യൂമോണിയയായി മാറുവാനുള്ള സാധ്യത എത്രത്തോളമാണ്? അതായത് വൈറൽ പനി ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ കുറെ അധികം പേടിച്ചിരുന്നു, കോവിഡിനെ പേടിച്ചിരുന്നു. കാരണം കോംപ്ലിക്കേഷൻസ്, ന്യൂമോണിയ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരുന്നു. ഇപ്പോഴത്തേത് അധികവും ഫ്ലൂ പനികളാണ്. അധികം ആൾക്കാരിലും, അതായത് സാധാരണ ജനങ്ങളിൽ ചെറിയ പനിയും ജലദോഷവുമായി കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് മരുന്ന് കഴിച്ചാൽ കുറയുന്നവയാണ്. പക്ഷെ ചിലരിൽ ഇത് അധികരിച്ച് ന്യൂമോണിയ ഒരു ചെറിയ ശതമാനമേ ഉള്ളുവെങ്കിലും അത് ആരാണ്, ആ ശതമാനത്തിൽ നമ്മൾ പെടുവോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അധിക കേസുകളിലും ഈ പനി വരുമ്പോൾ തന്നെ എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചാൽ മാറ്റുകയാണ് നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രോഗം വരാനുള്ള സാധ്യത കൂടുതലുള്ള ഷുഗർ ഉള്ളവര്, ഡയബറ്റിസ് ഉള്ളവര്, മറ്റ് രോഗാവസ്ഥയുള്ളവർ, ശ്വാസകോശ രോഗങ്ങളുള്ളവർ, പിന്നെ കിഡ്നി അസുഖമുള്ളവർ, അങ്ങനെ ലിവറിന് അസുഖമുള്ളവർ, ഇങ്ങനെ എന്തെങ്കിലും മറ്റ് അസുഖങ്ങളുള്ളവർ ചെറിയൊരു പനിയെ പോലും അവഗണിക്കാതെ ചികിത്സ തേടുകയാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഒരു കൂടുതലൊരു ന്യൂമോണിയയായി അല്ലെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റായി അധികമായ നമുക്കറിയാം പല പല പ്രശ്നങ്ങളാണ്, വെന്റിലേറ്ററിൽ വരെ പോകേണ്ടതായും വരാം. ദിവസങ്ങൾ മതി അതിന്. അത് ഒഴിവാക്കാനായി പ്രാഥമിക ചികിത്സകൾ നേടുകയും രോഗലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഡോക്ടർ, ഇപ്പോൾ നമുക്ക് വരുന്ന പനികളുടെ എല്ലാം ലക്ഷണങ്ങൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണല്ലോ. ഇതിൽ നിന്നും ന്യൂമോണിയയുടെ ലക്ഷണങ്ങളെ നമുക്ക് എങ്ങനെയാണ് വ്യത്യസ്തമാക്കി കാണുവാൻ സാധിക്കുന്നത്? ന്യൂമോണിയയുടെ ലക്ഷണങ്ങളും ന്യൂമോണിയയും പ്രധാനമായും പനി, ചുമ, കഫക്കെട്ട്, ശ്വാസം മുട്ടൽ, അതുപോലെ നെഞ്ചിന് ഏത് ഭാഗത്താണോ ന്യൂമോണിയ ഉള്ള ആ ഭാഗത്ത് നെഞ്ചുവേദന, ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് അതിനും ഉള്ളത്. പക്ഷെ സാധാരണ വൈറൽ പനികളിൽ പനി, ജലദോഷം, ചെറിയ ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുകയുള്ളൂ. ഒരു സ്വയം ചികിത്സയിലൂടെ ചിലപ്പോൾ ഈ രണ്ട് ലക്ഷണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയില്ലെന്ന് വരാം. അധികപക്ഷം ഒരു ഡോക്ടർക്ക് അവരെ പരിശോധിക്കുന്നതിലൂടെ, ലങ്സ്, ശ്വാസകോശം പരിശോധിക്കുന്നതിലൂടെ, അതുപോലെ തന്നെ അവരുടെ ഓക്സിജൻ അളവ് പരിശോധിക്കണം, അവരുടെ റെസ്പിറേറ്ററി റേറ്റ്, ശ്വാസം എടുത്തു വലിക്കുന്ന ആ റേറ്റ് കൂടുതൽ, അവരെ പ്രഷർ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ന്യൂമോണിയയിലേക്ക് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതെ ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. അതെ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, ആലുവയിൽ നിന്നും ജോസഫ് ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, എനിക്ക് ഈ 69 വയസ്സായി. സ്ട്രോക്ക് വന്നതാണ്. അപ്പൊ ഈ റൈറ്റ് സൈഡ് തളർന്നുപോയി. അപ്പൊ എനിക്ക് ഈ ന്യൂമോണിയ വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായി. ഇത്തവണ മെയിൽ എടുക്കേണ്ടതായിരുന്നു, ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് വല്ല വിഷയമുണ്ടോ? മെയിലാണ് എടുത്തത് അല്ലേ? ഈ മെയിലും എടുക്കേണ്ടതായിരുന്നു, എടുത്തില്ല. ഇനി അങ്ങ് അതായത് ഏകദേശം നമ്മളുടെ മഴക്കാലം ത്താണല്ലോ ഈ ഫ്ലൂ പനികളൊക്കെ കൂടുതലായി ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ വാക്സിനേഷൻ കൂടുതലായി പ്രൊമോട്ട് ചെയ്യുന്നത്, ഫ്ലൂ പനികളൊക്കെ വരാതിരിക്കാനായിട്ട്. അതായത് ഫ്ലൂ വാക്സിനാണ് എല്ലാ വർഷവും എടുക്കേണ്ടത്. ന്യൂമോകോക്കൽ വാക്സിൻ എല്ലാ വർഷവും എടുക്കേണ്ടതല്ല, 5 വർഷത്തിൽ ഒരിക്കലൊക്കെ എടുത്താൽ മതിയാവും ബാക്ടീരിയ. അപ്പൊ മെയിൽ എടുക്കേണ്ടത് ഇനി തെറ്റിപ്പോയെങ്കിൽ സാരമില്ല. ഇപ്പൊ ഒരു ഫ്ലൂ പനി കാലഘട്ടമാണ്. ഇപ്പത്തെ ഒരു വാക്സിനേഷൻ ഇനി അങ്ങ് ചെയ്താൽ മതിയാവും. എല്ലാ വർഷവുമാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പനിയും അസുഖങ്ങളൊന്നും ഇല്ലാതെ, പനിയൊന്നും ഉള്ള സമയത്ത് വാക്സിനേഷൻ എടുക്കരുത്. അപ്പൊ ഇപ്പൊ അങ്ങ് വാക്സിനേഷൻ എടുത്താൽ മതിയാവും. ശരി മാഡം. പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുകയാണ്. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് ഇതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ വിട്ടുമാറാതെ വരുന്ന പനി അതൊരു അപകടം വരുത്തി വരുത്തുന്നില്ലേ? പനി വിട്ടുമാറാതെ നിൽക്കുന്നത് അവഗണിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുവാനുള്ള സാധ്യത? പനി വിട്ടുമാറാതെ നിൽക്കുക എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടോകൊണ്ടാണല്ലോ പനി എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണം മാത്രമാണ്. നമ്മൾ പനിക്ക് മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും വൈറൽ പനി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഒരു രോഗലക്ഷണമാണ്. അപ്പൊ പനി വിട്ടുമാറാതെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ശരീരത്തിൽ ഉണ്ടായിരിക്കാം. അപ്പോ ചുമ, കഫക്കെട്ട് അതാണ് മുന്നിലേക്ക് നിൽക്കുന്നതിൽ നമ്മൾ ന്യൂമോണിയ പോലുള്ള കണ്ടീഷൻസ് ആണ് ആലോചിക്കേണ്ടത്. പക്ഷെ പനി ശരീരത്ത് വേറെ പല കാരണങ്ങളും, മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊലിപ്പുറത്ത് ഇൻഫെക്ഷൻ, പല കാരണങ്ങളും കൊണ്ട് വരാം. അപ്പൊ അത് ഏതാണ് കാരണമെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ന്യൂമോണിയ എന്നുള്ള അവസ്ഥ സംശയിക്കുന്നു, അതിന്റെ കൂടെ ചുമ, കഫക്കെട്ട് അല്ലെങ്കിൽ ശ്വാസം മുട്ട അങ്ങനെയുള്ള അവസ്ഥകൾ ഉള്ളപ്പോൾ നമ്മൾ ന്യൂമോണിയ സംശയിക്കേണ്ടതാണ്.
വിട്ടുമാറാത്ത പണി അവഗണിച്ച് ഒരു ഡോക്ടറെ സമീപിക്കുകയും അതിനുള്ള പരിശോധനകൾ നടത്തുകയുമായിരിക്കും നല്ലത്. വ്യക്തമാണ് ഡോക്ടർ. ഈ പലപ്പോഴും ന്യൂമോണിയ വന്നാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ഡെയിലി ജീവിതത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എടുക്കേണ്ട മുൻകരുതലുകൾ, അതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തമായ ധാരണ പലർക്കും ഉണ്ടാവാറില്ല. ഈ ന്യൂമോണിയ വന്നതിന് ശേഷം നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റം, എടുക്കേണ്ട ചികിത്സ, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? ന്യൂമോണിയ വന്നാൽ നമ്മൾ പ്രധാനമായി അതിന്റെ ചികിത്സകൾ തേടുന്നു. അതിന്റെ രോഗാവസ്ഥ കുറഞ്ഞോ എന്നറിയാൻ പിന്നെയും ചെക്കപ്പ് ഉണ്ടാവും. ഡോക്ടറുടെ അടുത്ത് എക്സ്റേ എടുക്കുക, എക്സ്റേയിൽ കുറഞ്ഞോ എന്ന് നോക്കുക. പിന്നെ നമ്മൾ ആളുടെ കണ്ടീഷൻ, അതായത് ഇപ്പോൾ ഒരു ശ്വാസകോശ രോഗമുള്ള ആളാണെങ്കിൽ, ആസ്മ അല്ലെങ്കിൽ COPD, അതുപോലെ ശ്വാസമുട്ടലൊക്കെ, ശ്വാസകോശ ദ്വാരം എന്തെങ്കിലും അങ്ങനെ ശ്വാസകോശത്തിന് അവസ്ഥയുള്ളയാളാണ്, ആ അസുഖം കൺട്രോൾഡ് ആയിരിക്കും. അതിപ്പോൾ ആസ്മയൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇൻഹേലർ കൃത്യമായി ഉപയോഗിക്കുക, ആസ്മ കൂടാതെ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റു രോഗാവസ്ഥകൾ, പ്രത്യേകിച്ച് ഷുഗർ ഒക്കെ ആണെങ്കിൽ, ഷുഗർ ഉള്ളയാളാണെങ്കിൽ ഷുഗർ കൺട്രോൾ ആണെന്ന് ഉറപ്പുവരുത്തുക. ഷുഗർ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ കൂടിപ്പോയാൽ വീണ്ടും ന്യൂമോണിയ വരാനുള്ള സാധ്യത കൂടുതലാകും. അതുപോലെ തന്നെ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് വേറെ രോഗാവസ്ഥകൾ കൺട്രോളിലാക്കി വെക്കുക. പിന്നെ ഉടനെ ന്യൂമോണിയയിൽ നിന്ന് മുക്തി നേടിയ ഉടനെ കുറച്ചു കാലം റെസ്റ്റ് എടുക്കുകയും അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുകയും ലൈറ്റ് ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നീട് നമുക്ക് വാക്സിനേഷൻ എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ വാക്സിനേഷൻ എടുക്കുന്ന കാര്യങ്ങൾ കൂടി പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് വാക്സിനേഷൻ എടുക്കുന്നതും നന്നായിരിക്കും. ഇനി വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്നുള്ള നിലയിൽ വാക്സിനേഷൻ എടുക്കുന്നത് നന്നായിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. കണ്ണൂരിൽ നിന്നും സെബാസ്റ്റ്യൻ ആണ് നമ്മളോടിപ്പോൾ ഡോക്ടറോട് സംശയം ചോദിക്കുവാനായി എത്തിയിരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടറെ, ഈ ചുമയായി വന്നപ്പോൾ പരിശോധിച്ചപ്പോൾ പാപ്പിലോമിയാന്നാണ് പറഞ്ഞത്. ഇനി ഒരു സർജറി ഉണ്ട്, അത് ക്യാൻസറിന്റെ ആരംഭമാണോ? ചുമ വന്ന് പരിശോധിച്ചപ്പോ എന്താന്നാണ് പറഞ്ഞത്? ചുമ കൊണ്ട് പരിശോധിക്കുമ്പോൾ പറഞ്ഞ ഇത് പാപ്പിലോമിയാണ്, ഒരു വൈറസ് ആണെന്നാ പറഞ്ഞത്. ഉവ്വ. എന്ത് സർജറിയാ ഉണ്ടെന്ന് പറഞ്ഞത്? അത് എടുത്തു കളയണമെന്ന്. ഏത്, ശ്വാസകോശത്തിലെയോ? ശ്വാസകോശത്തിന്റെ ആ തടിപ്പോ കേടോ ഏതാണ്ട് എടുത്തു കളയണമെന്ന്. അതായത് ശ്വാസകോശത്തിൽ തടിപ്പെന്ന് പറയുന്നത് എക്സ്റേയും CT സ്കാൻ ഒക്കെ ചെയ്തിട്ടുള്ളതല്ലേ? എല്ലാം ചെയ്തതാ. അപ്പൊ അതിൽ ബയോപ്സി എടുത്തു. അതെന്താണ് എടുത്തു കളയുന്ന തടിപ്പുകൾ? സാധാരണ പലതരത്തിലുണ്ട്. അതിലൊന്ന് ക്യാൻസർ ആണ്. പക്ഷെ അത് ബയോപ്സി പരിശോധനയിലൂടെയാണ് വ്യക്തമാകുക. അപ്പൊ ബയോപ്സി പരിശോധനയിലൂടെ അവർ പറഞ്ഞു കാണുമല്ലോ എന്താണ് രോഗാവസ്ഥ. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂമോണിയ വന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നെഞ്ചിലെ പഴുപ്പ് മാറാൻ നിൽക്കുന്നുണ്ട്, അതെടുത്ത് കളയേണ്ടി വരും. അപ്പൊ അത് ഏതാണ് അവര് പറഞ്ഞതുള്ളതെന്ന് അനുസരിച്ചിരിക്കും. ക്യാൻസർ അല്ലെന്നാ പറഞ്ഞു. അപ്പൊ എന്ത് തടിപ്പ നമുക്ക് ആ ബയോപ്സി പരിശോധന ചെയ്തെങ്കിൽ, അല്ലെ CT സ്കാന്റെ റിപ്പോർട്ടോ എന്തെങ്കിലും കണ്ടാലേ അത് എന്താന്ന് പറയാൻ പറ്റും. അല്ല, ക്യാൻസർ അല്ലെന്ന് സർജറി ചെയ്യാൻ എന്തോ ക്യാൻസർ അല്ലെന്ന് പറഞ്ഞു. അതായത് ലങ് ക്യാൻസർ അല്ലാതെ സർജറി ചെയ്യേണ്ട അവസ്ഥകൾ ബിനൈൻ എന്ന് പറഞ്ഞു. ക്യാൻസർ അല്ലാത്ത ചിലതരം തടിപ്പുകളുണ്ട്. പക്ഷെ ശ്വാസകോശത്തിൽ ഇരുന്ന് വലുതായാൽ ബുദ്ധിമുട്ടുകൾ വരുന്നതാവാം, അവ എടുത്തു കളയേണ്ടി വരാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ന്യൂമോണിയ കോംപ്ലിക്കേറ്റ് ചെയ്ത് ലങ്സിൽ പഴുപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ട്യൂബ് ഇട്ട് കളയാൻ പറ്റും. ട്യൂബ് ഇട്ട് കളയാതെ വന്നാൽ കട്ടി പിടിച്ചൊക്കെ ഇരുന്ന് പോയാൽ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ അത് എടുത്തു കളയേണ്ടി വരുമെന്ന് പറയാം. അപ്പൊ എന്തെങ്കിലും അതിന്റെ ചികിത്സാ കടലാസുകൾ ഡോക്ടർ കൃത്യമായി പറഞ്ഞു കാണുമല്ലോ, അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ട്യൂബ് ഇട്ട് അവരെടുത്തു, അത് തീർന്നില്ല, ഇനി സർജറി ചെയ്ത് തീർത്ത് കളയണം. അപ്പൊ അതായിരിക്കും പഴുപ്പായിരുന്നു കാണും നെഞ്ചിനകത്ത്, എംപൈമ എന്നുള്ള രോഗാവസ്ഥയായിരുന്നു കാണും. അപ്പൊ അത് ട്യൂബ് ഇട്ടിട്ട് മുഴുവനായിട്ട് പോകാൻ ചിലപ്പോൾ അത് കട്ടിപിടിച്ചിരുന്നാൽ മുഴുവനായിട്ട് ട്യൂബ് കൊണ്ട് പോരില്ല. അപ്പൊ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാനും പിന്നീട് ബുദ്ധിമുട്ടുകൾ, ആ പഴുപ്പ് ശരീരത്തിൽ കടന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടി അത് മുഴുവൻ എടുത്തു കളയാൻ ഡീകോട്ടിക്കേഷനോ അങ്ങനെയുള്ള ഡീകോട്ടിക്കേഷൻ എന്നാണ് പറയുക അതിന്, ശ്വാസകോശ ഭിത്തിയിലുള്ള പഴുപ്പ് എടുത്ത് കളയുന്നതിന്. പിന്നെ ലങ്സിനെ അത് ഒരുപാടായി ബാധിച്ചിട്ടുണ്ട്, ലങ്സിന്റെ ആ ഭാഗവും മാറ്റേണ്ടി വരും. അങ്ങനത്തെ എന്തെങ്കിലും സർജറി ആയിരിക്കാം. റിപ്പോർട്ടുകൾ കാണാത്തോണ്ട് പറഞ്ഞു കേട്ടതിൽ നിന്ന് ഇതാണ് പറയാൻ സാധിക്കും. അല്ലാതെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു വിഷമമൊന്നും വരികയല്ലോ നമുക്ക്. സാധാരണഗതിയിൽ പഴുപ്പ് അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ, കട്ടിയായിട്ട് കിടപ്പുണ്ടെങ്കിൽ അത് എടുത്തു കളഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടൊന്നും വരാൻ സാധ്യത കുറവാണ്.
ഡോക്ടർ, ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് നിമോണിയയുടെ ഗുരുതരാവസ്ഥകളെ കുറിച്ചായിരുന്നു. പ്രധാനമായിട്ടും നിമോണിയയിൽ ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന ഒരാൾ ആ ആളുടെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയുമോ? ഭക്ഷണ കാര്യങ്ങൾ എളുപ്പം ദഹിക്കുന്ന ലൈറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. ഷുഗർ അതുപോലെ രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ, അതിനനുസൃതമായ ഭക്ഷണങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, അതുപോലെ കിഡ്നിയുടെ അസുഖമുള്ളവരാണെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള അളവിൽ മാത്രം വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. അതായത് നല്ല വെന്റിലേറ്റഡ് സ്ഥലത്ത് റെസ്റ്റ് ചെയ്യുക, ധാരാളമായി വെള്ളം കുടിക്കുക, ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, ആവശ്യത്തിന് റെസ്റ്റ് എടുത്ത് മരുന്നുകൾ ഉപയോഗിക്കുക. ഇതായിരിക്കും ഏറ്റവും നല്ലൊരു മാർഗം ന്യൂമോണിയയെ അതിജീവിക്കാനായിട്ട്. ഡോക്ടർ, നമുക്ക് ഈ നിമോണിയ ഏതൊക്കെ രീതിയിലൊന്ന് കൂടുതലായിട്ട് വിശദമായി മനസ്സിലാക്കുവാൻ സാധിക്കും? ഇതിൻ്റെ ഏതൊക്കെ ഘട്ടത്തിൽ നൽകുന്ന ചികിത്സ, ഏറ്റവും ഗുരുതരാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് കൂടി ഒന്ന് മനസ്സിലാക്കി തരാമോ? രോഗലക്ഷണങ്ങൾ നമുക്കറിയാം. പനി, ചുമ, കഫക്കെട്ട്, ശ്വാസമുട്ടൽ എന്നിവയാണ്. ഇത്രയുമായി വരുന്ന ഒരാളിൽ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഇടപെടുകയാണ്. നമ്മളുടെ കോളർ ഒരിക്കൽ കൂടി ചേരുകയാണ്. റഫീഖ് ഡോക്ടറോട് ചോദിച്ചോളൂ. അത് ഹലോ, പറഞ്ഞോളൂ. ഇത് ചുമ വരുമ്പോൾ ശ്വാസം കിട്ടാത്ത കളി കളിക്കുന്നത്, കഫം കൂടുതലായിട്ട് പോണുണ്ട്, കഫക്കെട്ടിന്റെ ഏറാറുണ്ട്. എത്ര നാളായി തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ടിപ്പോ ഒരു 5-6 മാസമായി. എല്ലാ ഡോക്ടറെ സമീപിച്ച് സ്കാനിങ് ചെയ്ത് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയതാ. അതായത് 6 മാസമായി ചുമയും കഫക്കെട്ടും മാറുന്നില്ല. അതാണോ? മാറും, പിന്നെയും വരും, മാറും, ഇങ്ങനെ കളിക്കുക. അതിന് എക്സ്റേ സ്കാൻ ഒക്കെ എടുത്തിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? ശ്വാസകോശത്തിന് ചുരുക്കം വല്ലതും ഉണ്ടെന്നാണോ പറഞ്ഞത്? ഞാൻ ന്യൂമോണിയ ഒന്നും ബാധിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ശ്വാസകോശത്തിന് ചുരുക്കം ഉണ്ടോ എന്ന് നോക്കണം. അത് എക്സ്റേ സ്കാനിൽ നിന്ന് മനസ്സിലായി കാണും. പിന്നെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി നോക്കുന്ന പൾമണറി ഫംഗ്ഷൻ എന്നുള്ള ഒരു പരിശോധന നോക്കണം. അപ്പൊ ഇതിൽ നിന്ന് ചുരുക്കം ഉണ്ടെന്ന് കണ്ടാൽ അതിൻ്റെതായത്, അതായത് COPD എന്നുള്ളൊരു, പുക വലിക്കുന്ന ആളായിരുന്നോ? അല്ല, ഒന്നുമില്ലായിരുന്നു. അപ്പൊ COPD എന്നുള്ളൊരു അസുഖമാകാൻ സാധ്യതയുണ്ട്. പിന്നെ മുമ്പ് ഒരു മരുന്ന് കയറ്റിന്, അതിന്റെ ശേഷം കുറെ ഇല്ലാണ്ടായിന്. ഒരു വാക്സിൻ പോലത്തെ ഒരു മരുന്ന് ശരീരത്തിൽ കയറ്റിനോ, ഒരു വാക്സിൻ കുത്തി വെച്ചിരുന്നോ? പറഞ്ഞ എന്തെന്നാ പറഞ്ഞത്? മുജീബ് ഡോക്ടർ ഉണ്ടേനു കരിക്കറ്റ് നെയ്സ്ഹോമില്. ഒരു മരുന്ന് കയറ്റിന്റെ ശേഷം അത് തീരെ ചെയ്യണു. അപ്പൊ എന്താ പറയാ, ഡോക്ടറെ പിന്നെ സമീപിക്കാൻ കഴിഞ്ഞില്ല, ഡോക്ടർ ഇല്ല അവിടെ. ആ മരുന്ന് കേൾക്കുമ്പോ അത് ഒഴിവാവുക ആ സമയത്ത്. അതായത് എനിക്ക് തോന്നുന്ന ശ്വാസമുട്ടൽ വരുമ്പോ ചെന്ന് നമ്മൾ ചില ശ്വാസമുട്ടലുള്ള ഡെറിഫിലിൻ പോലെയുള്ള ഇഞ്ചക്ഷനുകൾ എടുക്കാറുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും മരുന്ന് കയറ്റിയത്. വാക്സിനേഷൻ വീണ്ടും വീണ്ടും എടുക്കില്ല, ഒരു തവണ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പൊ വാക്സിനേഷൻ ആയിരിക്കില്ല, മരുന്ന് ഞരമ്പിൽ കൂടാണോ കയറ്റിയത്? നമ്മളിപ്പോ ഇത് ചെയ്യില്ല, നമ്മള് ക്ഷീണത്തിനൊക്കെ കയറ്റണേ, അതേമാതിരി ഒരു ചെറിയ ടെസ്റ്റ് ചെയ്തു, എക്സ്റേയും സ്കാനും എടുത്തതാണല്ലോ. അപ്പൊ ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തു നോക്കുക. അതായത് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, അതിലെ ലങ്സിന്റെ കപ്പാസിറ്റി നോക്കിയിട്ട്, ഇപ്പൊ സ്കാനിൽ വേറെ ചുരുക്കം ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് മുതലായ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളത് സ്കാനിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടാവും. അപ്പോൾ ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുക. അതിൽ ചുരുക്കം ഉണ്ടെന്നാണ് കണ്ടെത്തുന്നതിൽ അതിനുള്ള മരുന്നുകൾ ചെയ്യുക, ഇൻഹേലറുകൾ പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. അതാവും രോഗാവസ്ഥയിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗം. കൃത്യമായ തുടർച്ചയായിട്ടുള്ള ചികിത്സ ചെയ്താൽ കുറയേണ്ടതാണ്. അതെ, റഫീഖിന് വ്യക്തമായി എന്നാണ് കരുതുന്നത്. എല്ലാത്തിനും ഒരു കൃത്യമായ തുടർച്ചയായ ചികിത്സ അനിവാര്യമാണ്, അല്ലേ ഡോക്ടർ? അതെ. നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ന്യൂമോണിയയുടെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ അത് ഗുരുതരാവസ്ഥയിലാകുന്ന സാഹചര്യങ്ങളിൽ നൽകുന്ന ചികിത്സയെക്കുറിച്ചും മറ്റുമായിരുന്നു. ഡോക്ടർക്ക് തുടരാം. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ന്യൂമോണിയ ആണെന്ന് ഉറപ്പുവരുത്താനുള്ള പരിശോധനകളുണ്ട്. അതായത് ചില രക്ത കൗണ്ട് നോക്കുക, അങ്ങനെയുള്ള രക്തപരിശോധനകളുണ്ട്. നമുക്ക് എക്സ്റേ എടുത്ത് ന്യൂമോണിയ
ശ്വാസകോശത്തെ ബാധിച്ചിട്ടുണ്ടോ, എക്സ്റേ എങ്ങനെ ഇരിക്കുന്നു, ചെസ്റ്റിന്റെ എക്സ്റേ എടുത്ത് ന്യൂമോണിയ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ എക്സ്റേയിൽ ന്യൂമോണിയ ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് കഫ പരിശോധനകൾ നടത്തണം, കഫത്തിന്റെ കൾച്ചർ ചെയ്ത് നോക്കുക. പിന്നെ ചില എക്സ്റേയിൽ ന്യൂമോണിയയും ചിലപ്പോൾ TBയും തമ്മിൽ നമുക്ക് വ്യത്യസ്തമായി മനസ്സിലാകാൻ പറ്റണമെന്നില്ല. അപ്പൊ ചിലപ്പോൾ കഫത്തിന്റെ TB ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. അങ്ങനെയുള്ള ചില ടെസ്റ്റുകൾ പരിശോധിച്ച് നോക്കാം. ഒന്ന്, കഫത്തിന് കൾച്ചറൊക്കെ ചെയ്യുന്ന ഏത് അണുബാധയാണ് ഉണ്ടായിരിക്കുന്നത്, ബാക്ടീരിയ ആണെങ്കിൽ അത് ഏതാണ്. പിന്നെ ഇപ്പോൾ മോളിക്കുലാർ പരിശോധനകളുണ്ട്, ഏത് വൈറസ് ബാധയാണ് അല്ലെ ഏത് ബാക്ടീരിയ ആണ് ബാധിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി, ചിലവേറിയ പരിശോധനകളാണ്, എന്നാലും അങ്ങനെയുള്ള പരിശോധനകളും കാരണം കണ്ടെത്താനായിട്ടുണ്ട്. ഇനി ഇത് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ അതിനനുസൃതമായ ആന്റിബയോട്ടിക്കുകൾ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എത്രയും നേരത്തെ കറക്റ്റ് ഡോസിൽ അതിന് വേണ്ടുന്ന കറക്റ്റ് ആന്റിബയോട്ടിക്കുകൾ നൽകിയാൽ ന്യൂമോണിയയെ വരുതിയിലാക്കാനാവും. അതായത് കോംപ്ലിക്കേഷൻസ് വരുന്നതിന് മുമ്പ് തന്നെ ന്യൂമോണിയ ചികിത്സിക്കുന്നതായിരിക്കും നല്ലത്. അതിനോടൊപ്പം തന്നെ ആളുടെ അവസ്ഥകൾ, അതായത് ഇപ്പോ ഡീഹൈഡ്രേഷൻ വരാതെ ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ മറ്റവസ്ഥകൾ ഉണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ ആക്കുക, കിഡ്നി അങ്ങനെ ലിവർ അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് വെക്കുക, ശ്വാസമുട്ടൽ ഉണ്ടെങ്കിൽ ശ്വാസമുട്ടലിനുള്ള മരുന്നുകൾ ചെയ്യുക. ഇതൊന്നും ഓക്സിജന്റെ അവസ്ഥകളിലേക്ക് പോകുമ്പോഴാണ്, ഓക്സിജൻ കുറവൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങുമ്പോഴാണ് ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഓക്സിജൻ വെക്കേണ്ടതായും ആൾക്ക് വെന്റിലേറ്റർ തുടങ്ങിയ സപ്പോർട്ടുകൾ വേണ്ടതായും വരാം. ഡോക്ടർ, നമുക്കെപ്പോഴും ഈ ഒരു ന്യൂമോണിയയുടെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് മറ്റുമാണ് ഡോക്ടർ ഇപ്പോൾ വിശദമാക്കി തന്നത്. ഒന്നുകൂടി ഡോക്ടർ ആദ്യം പറഞ്ഞു നിർത്തിയതാണ്, എങ്കിലും ഒരിക്കൽ കൂടി ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ഒരു വാക്സിൻ ഏതൊക്കെ സമയത്താണ് എടുക്കേണ്ടത്, ആ വാക്സിൻ എടുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? വാക്സിൻ 2 തരത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഫ്ലൂ വാക്സിൻ ആണ്. ഫ്ലൂ വാക്സിൻ എല്ലാ വർഷവും, ഇപ്പോൾ ഒരു ന്യൂമോണിയ വന്ന ആളാണെങ്കിൽ ആ അസുഖത്തിൽ നിന്ന് ഭേദമായ സമയത്ത് ഒരു വാക്സിനേഷൻ കൊടുക്കുക, എല്ലാ വർഷവും വീണ്ടും എടുക്കേണ്ടതാണ്. അല്ല, എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ 5 വയസ്സ് തൊട്ട് ഈ വാക്സിനേഷനുകൾ എടുക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന 65 മുതിർന്നവരിൽ 65 വയസ്സിന് മുകളിലുള്ളവരും മറ്റെന്തെങ്കിലും രോഗാവസ്ഥകൾ ഉള്ളവരും ഈ വാക്സിനേഷൻ എടുത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ന്യൂമോകൊക്കൽ വാക്സിനേഷൻ, ബാക്ടീരിയൽ അണുബാധ ഏറ്റവും കൂടുതലായി ഉണ്ടാവുന്നത് ന്യൂമോകൊക്കസ് എന്നുള്ള ഒരു അണുവിൽ നിന്നാണ്. അത് ഒഴിവാക്കാനായി ന്യൂമോകൊക്കൽ വാക്സിനേഷൻ, അതായത് അത് രണ്ട് പ്രാവശ്യമായിട്ട് എടുക്കേണ്ടി വരും. അതായത് വാക്സിനേഷൻ, ന്യൂമോകൊക്കൽ വാക്സിനേഷൻ തന്നെ 2 പ്രാവശ്യമായിട്ട് എടുക്കേണ്ടി വരും. ഈ 2 വാക്സിനേഷനുകളാണ് സാധാരണയായി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഒരു അസുഖവും ഇല്ലാത്ത, അതായത് ന്യൂമോണിയ ലക്ഷണങ്ങൾ ഇല്ലാത്ത സമയത്ത് വാക്സിനേഷൻ എടുക്കുകയും ന്യൂമോകൊക്കൽ ആണെങ്കിൽ 5 വർഷത്തിന് ശേഷം റിപ്പീറ്റ് വ്യക്തമായി ഡോക്ടർ. സമയക്കുറവ് മൂലം ഞാനൊന്ന് ഇടപെടിക്കുകയാണ്. നമ്മുടെ ഹലോ ഡോക്ടറിന് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ന്യൂമോണിയ ബാധയെക്കുറിച്ചാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ രേഖ പി ആണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും നമസ്കാരം.